ഞാൻ നിങ്ങളോട് ചാറ്റ് ചെയ്തിരുന്നില്ലേ? തെളിവിറക്കണം, ഇറക്കിയേ പറ്റൂ. തങ്ങൾ തന്നെയാണോ തങ്ങളെ? ഇതാണ് ആദ്യം പലർക്കും പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. ഒരാൾ തങ്ങളാണെന്ന് തെളിയിക്കാൻ സനദ് വേണം. സിൽസില, മലയാളത്തിൽ ചങ്ങല എന്നാണ് സിൽസില എന്ന വാക്കിൻ്റെ അർത്ഥം. ചങ്ങലയിലെ കണ്ണിയായിരിക്കണം തങ്ങൾ. അതിലെ ആദ്യ കണ്ണി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സത്യത്തിൽ ഹാമിദ് ആറ്റക്കോയ തങ്ങൾ യഥാർത്ഥത്തിൽ സയ്യിദ് തന്നെയാണെങ്കിൽ അദ്ദേഹത്തെ സമൂഹത്തിൽ മോശപ്പെടുത്തുന്നത് വലിയ പാപമാണെന്നുള്ളത് ഓർക്കേണ്ടത് തന്നെ. അത് ഓരോ മുസ്ലിമിനും പാടില്ലാത്തതാണ്. കാരണം അഹ്ലുബൈത്തിനെ നാം സ്നേഹിക്കണേ, അത് വാജിബ നമുക്കൊക്കെയും. സ്തുതിക്കാത്ത മിമ്പർ എവിടെയാണ് പൊന്നെ, പറയാത്ത നിസ്കാരമില്ല തന്നെ. അവരോട് ഹുബില്ല കൽബിൽ ഈമാനുമില്ലെന്ന ഇത് മഹാന്മാർ പറഞ്ഞു വെച്ചതാണ്. അതവർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമാണ് മനസ്സിലാക്കിയത്. എന്നിരിക്കെ ഓ മുസ്ലിമേ, നിനക്ക് ഇദ്ദേഹം തങ്ങളല്ല എന്നുള്ള വ്യക്തമായ തെളിവ് വന്ന് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിച്ചുകൊണ്ടല്ലേ അങ്ങനെ ഉറപ്പിച്ചു പറയാനാകുക. ഇദ്ദേഹത്തിൻ്റെ പിതാവ് തങ്ങളാണെന്നുള്ളതാണ് മനസ്സിലാക്കിയ കാര്യം. പിതാവ് തങ്ങളാകുമ്പോൾ മകൻ തങ്ങളല്ലാതിരിക്കുന്നതെങ്ങനെയാണ്? ആവശ്യമായ സനദോ സിൽസിലയോ തങ്ങളെ കയ്യിലില്ലെങ്കിൽ അത് പല കാരണത്താൽ നഷ്ടപ്പെട്ടു പോകാം. ഒരു തങ്ങളാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ സ്ത്രീ പറഞ്ഞ പോലുള്ള അനാവശ്യങ്ങൾ എങ്ങനെയാണ് ഇവരോട് പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടായത്? ഇതൊരു സയ്യിദാണെങ്കിൽ നിങ്ങൾ ചെയ്തത് എത്ര വലിയ പാപമാണെന്നുള്ളത് നിങ്ങൾ അറിയുമോ? അതല്ല, ഇദ്ദേഹം തങ്ങളല്ലേ, വ്യാജ തങ്ങളായി ചമഞ്ഞിരിക്കുകയാണ്. ആത്മീയ ചൂഷണം തന്നെയാണോ തങ്ങൾ ചെയ്യുന്നത്? വ്യക്തമായി തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? അത് പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ആരെയും ഇവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന മറ്റുള്ളവർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. ചില സാഹചര്യങ്ങളിൽ തങ്ങൾ ചില രോഗികളുടെ കയ്യിൽ നിന്നും ചെറിയ തരത്തിൽ കാശ് വാങ്ങാറുണ്ട്. അത് അടുത്ത പ്രാവശ്യം വരുന്ന രോഗി വലിയ ദരിദ്രനായിരിക്കും, അദ്ദേഹം കഷ്ടപ്പാടായിരിക്കും പറഞ്ഞത്. നിങ്ങൾ നൽകിയ ആ കാശ് തങ്ങൾ പിറകെ വന്ന ആ വ്യക്തിക്കെടുത്ത് നൽകും. തങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ടെന്ന് തങ്ങൾ തന്നെ പല വേദിയിലും പറഞ്ഞതാണ്. തങ്ങൾ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽപ്രവർത്തനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ല, ഇതിൻ്റെ മറവിൽ വലിയ കൊള്ള നടക്കുന്നുണ്ടോ? പുറത്തു കൊണ്ടുവരൂ, അല്ലെങ്കിൽ വ്യാജ പ്രചാരണം നടത്തിയവർക്ക് നേരെ നിയമ നടപടിക്ക് പോകുമെന്നാണ് തങ്ങളുടെ വാക്ക്. പെട്ടെന്ന് കൊണ്ടുവരണം, അല്ലെങ്കിൽ കോടതിയിൽ പോകേണ്ടി വരും. റമദാൻ മാസത്തിൽ ഇത്തരത്തിൽ അനാവശ്യം വിളിച്ചു പറയുന്ന തരത്തിലേക്ക് ഒരാൾ മാറിയത് നിങ്ങളുടെ നിലവാരത്തെ തന്നെയാണ് തെളിവാക്കിയത് ജനങ്ങളുടെ മുമ്പിൽ. ഇത്രയേറെ ക്ഷമയില്ലാത്ത നിങ്ങൾ അവിടെ പോയിരുന്ന് ഇദ്ദേഹത്തെ തെറ്റായ രീതിയിൽ തന്നെ കണ്ടതാണ് നിങ്ങൾക്ക് വന്ന ആദ്യത്തെ കുഴപ്പം. തെറ്റായ കണ്ണുകൊണ്ടാണ് നിങ്ങൾ ഇദ്ദേഹത്തെ നോക്കിക്കണ്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടതെല്ലാം തെറ്റായി മാറി. ഒരിക്കലും ന്യായപരമല്ലാത്ത കാര്യം നമ്മൾ വ്യക്തമായ തെളിവില്ലാതെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കരുത്. പ്രത്യേകിച്ച് ഒരു സയ്യിദാണെന്ന് അവകാശപ്പെടുന്ന ആളുടെ നേരെ. ഇതുപോലെ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽപ്രവർത്തനങ്ങൾ ചില ആളുകളിലൂടെ പാവപ്പെട്ട അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തുന്നത് എന്തിനു വേണ്ടി തടയപ്പെടണം? മുമ്പ് ഇതുപോലെ തങ്ങളുടെ വീട് റെയ്ഡ് ചെയ്യാനെത്തിയ പോലീസിന്റെ കഥ തങ്ങൾ പറഞ്ഞ ശേഷം തങ്ങൾ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അത് കേട്ടു നോക്കൂ. ഇന്നലെ എങ്ങനെയാണ് യതീം മക്കൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കുക, അതല്ലെങ്കിൽ യതീമിന് എങ്ങനെ നമ്മൾ പൈസ കൊടുക്കുക, അങ്ങനെ ചിന്തിച്ച് എന്ത് വഴി ഉണ്ടാക്കുകയെന്ന് ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരുന്ന് എന്ത് വഴി ഉണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ ഇന്നലെ എന്റെ വീട്ടിലേക്ക് പോലീസുകാര് കയറി വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വീട് റെയ്ഡ് ചെയ്യണം, സെർച്ച് ചെയ്യണം, ഓർഡർ ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്താ സാറേ പ്രശ്നം? ഇവിടെ ചാക്ക് കണക്കിന് പൈസ ഇരിക്കുന്നില്ലേ? ഞാൻ മാറി നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒന്നായിട്ട് എന്ത് ചെയ്യണം അറിയോ? അപ്പൊ ഇന്നലെ എന്നെ അറസ്റ്റ് ചെയ്താല് ഇന്നിപ്പോ ഈ പരിപാടി മുടങ്ങൂലേ? ആലോചിച്ച് നോക്കണം. പക്ഷേ അൽഹംദുലില്ലാഹ് എനിക്ക് ഞാൻ വലിയ സന്തോഷം. കാരണം എന്താ അറിയോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു പേടി എവിടെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയേറെ കൂടപ്പിറപ്പിനെ റബ്ബിനിക്ക് സമ്മാനിച്ചു. ഇത് മതി എനിക്ക്, ഇത് മതി. വിമർശകർക്കുള്ള മറുപടി ജനലക്ഷങ്ങളാ, ഇത് മതി എനിക്ക്. പിന്നെ ഞാൻ ചില മജ്ലിസിലൊക്കെ പോയാൽ എനിക്ക് വണ്ടിക്കൂലി പോലും കിട്ടൂല. അറിയോ നിങ്ങൾക്ക്? വണ്ടിക്കൂലി പോലും കിട്ടൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളെ പറഞ്ഞു വിഷമിപ്പിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാൻ, അല്ലാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട്, ഖാലിഖായ റബ്ബിനെ സാക്ഷിയാക്കിക്കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ആത്മീയ ചൂഷണവും ഞാൻ നടത്തി